ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. മനോഹരമായ സന്ധ്യയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. വളരെ നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ട്രീസ മേഡത്തിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ആശയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് എന്റെ മുമ്പിൽ ഈ ഒരു ആശയം എത്തിയത്. എന്നെ അതിലേക്ക് ക്ഷണിച്ച എന്റെ ആരാധ്യനായ എന്റെ സുഹൃത്തിനോട് എനിക്ക് വളരെയധികം കടപ്പാടുണ്ട്. എന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയ ആ മഹത്തായ ഒരു ആശയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഒരു ഏതാനും കുറച്ച് സമയം ഇവിടെ നമ്മൾ ചെലവഴിക്കാൻ തയ്യാറായത്, ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറായാലും വലിയൊരു മാറ്റത്തിലേക്ക് എത്തിക്കാൻ കഴിവുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ആശയത്തെ കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടല്ലേ. പക്ഷെ നിലവിലുള്ള ജോലിയിൽ ബിസിനസ്സിൽ നമ്മൾ പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമാണ് കരളിലെ മോഹവും, അല്ലെ, കടലിലെ ഓളവും അടങ്ങിയില്ല ഓമനെ എന്ന് കവി പോലും പാടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും വലിയ സ്വപ്നങ്ങളുണ്ട്. വലിയ സ്വപ്നങ്ങൾ നമ്മളെ വലിയ ചിന്തകളിലേക്കും ആശയങ്ങളിലേക്കും പ്രവൃത്തികളിലേക്കും എത്തിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടാൻ നമ്മൾ സഹായിക്കുന്നു എന്ന് നമ്മളെ പഠിപ്പിച്ച ഇന്ത്യയുടെ മഹത്തായ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, അബ്ദുൽ കലാം സാർ. തീർച്ചയായിട്ടും നമുക്ക് വലിയ സ്വപ്നങ്ങൾ വേണം. നമ്മൾ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു കുഞ്ഞുരുവെങ്കിലും കിട്ടൂ എന്നൊരു പഴമൊഴി കൂടിയുണ്ട്, അല്ലെ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ വ്യത്യസ്തമായ രീതിയിൽ സഞ്ചരിക്കാവുന്ന ഒരു പുതിയ വഴി, ന്യൂ വേ ആണ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. ചില ഫാക്ട്സ് നമുക്ക് മനസ്സിലാക്കാം. 1960 കാലഘട്ടത്തിൽ നമുക്കൊരു 100 രൂപ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അന്ന് ജീവിക്കാമായിരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. വീണ്ടും 20 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ വീണ്ടും ഒരു സീറോ വന്നു. 1000 രൂപ വേണമെന്നുള്ള അവസ്ഥയായി. വീണ്ടും 20 വർഷം കഴിഞ്ഞപ്പോൾ 2000-ലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സീറോ വന്നു. 10,000 രൂപ വേണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഇന്നിപ്പോ 2020 നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് നിരവധിയായ ആവശ്യങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, നമുക്ക് ടൂ വീലർ ലോൺ, അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ, കാർ ലോൺ, ഇങ്ങനെ മറ്റു ചെലവുകളെല്ലാം കണക്കാക്കുമ്പോൾ നല്ല രീതിയിൽ ഒരു ഫാമിലി കൊണ്ടുപോകണമെങ്കിൽ 1 ലക്ഷം രൂപയെങ്കിലും വേണം എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മളിപ്പോൾ എത്തിച്ചേർന്നത്, ശരിയല്ല? ഇത്തരത്തിലാണ് പോകുന്നതെങ്കിൽ വീണ്ടും 20 വർഷം കഴിയുമ്പോൾ വീണ്ടും റൈറ്റ് സൈഡിൽ ഒരു സീറോയിൽ വരുമ്പോൾ 10 ലക്ഷം രൂപ വേണ്ടി വരും എന്നാണ് പറയുന്നത്. എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ അമർത്യ സെൻ എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധ തയ്യാറാക്കിയ ഒരു പ്ലാനാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലവിലുള്ള ജോലി, നിലവിലുള്ള ബിസിനസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇത്തരത്തില് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതൊരു ചോദ്യ വിഷയമാണ്, അല്ലെ? ഒന്നുകൂടി ചില ഫാക്ട്സ് നമുക്കിവിടെ മനസ്സിലാക്കാം. 20 വയസ്സ് വരെ നമ്മളെല്ലാവരും ഡിപ്പെൻഡന്റ് ആണ്. നമ്മൾ മാതാപിതാക്കളെ ആശ്രയിച്ച് നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ പൂർത്തിയാക്കുന്നു. ഒരുപക്ഷെ 20 വയസ്സാകുമ്പോഴേക്കും നമുക്ക് ജോലി കിട്ടിയേക്കാം, നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുന്നെങ്കിലും നമുക്ക് നമ്മുടെ ചെലവുകൾ വർദ്ധിക്കുന്നു. നമുക്കൊരു ടൂ വീലർ ലോൺ ഉണ്ടാവും, മറ്റ് ചെലവുകൾ നമുക്ക് വരുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിവാഹം കഴിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ വരുമാനം കൂടിയ അവസ്ഥ വരുന്നു. പിന്നീട് നമുക്ക് കുട്ടികൾ ഉണ്ടാവുന്നു, കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ മാരേജ്, അല്ലെ? നമ്മൾ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പോലും നമ്മുടെ വരുമാനം ഇത്തരം ആവശ്യങ്ങൾക്കായിട്ട് പോകുന്നു. പിന്നീടാണെങ്കിലോ 60 വയസ്സാകുമ്പോൾ നമ്മൾ റിട്ടയർമെന്റിലേക്ക് എത്തുന്നു. ആ സമയത്ത് നമുക്കൊരു ഭവനം നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ടാവും, ഒരു കാറ് നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ടാവും. മിക്കവാറും നമ്മൾ സമ്പാദിച്ച പണമെല്ലാം തീർന്ന് വീണ്ടും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ, ഇതാണ് കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കണക്കുകൾ പറയുന്നത് 45% വരുന്ന ആളുകളും ഇതേമാരെ മറ്റുള്ളവരെ ആശ്രയിച്ചാണ് നമ്മുടെ ലോകത്തിൽ ജീവിക്കുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത്. 30% ആളുകളും ഓൾഡ് ഏജ് ഹോമുകളിലാണ്, ആരും ഇല്ലാത്ത അവസ്ഥ. 23% ആളുകൾ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് നമുക്കറിയാം, നല്ല ജോലിയെല്ലാം ഉണ്ടായിരുന്നിട്ട് സെക്യൂരിറ്റി വർക്കിന് പോലും പോകുന്ന ധാരാളം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. വെറും 2% ആളുകൾ മാത്രമാണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോഴേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഏതൊരു കാറ്റഗറിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ പൂർവികന്മാർ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവർക്കുണ്ടായ നേട്ടങ്ങൾ മാത്രമേ നമുക്കുണ്ടാവൂ. അപ്പൊ അങ്ങനെയാണ് തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ട് ചിന്തിക്കേണ്ട, പ്രവർത്തിക്കേണ്ട സമയം ആഗതമായി കഴിഞ്ഞു. പത്രത്തിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകൾക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു 2% ഫിനാൻഷ്യൽ സൗണ്ടായ ആളുകളുടെ നിരയിലേക്ക് എത്തിച്ചേരുന്നതിനെ പറ്റിയൊരു അവസരത്തെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഡയറക്ട് സെല്ലിംഗ്, ഒരു യുണീക് ബിസിനസ് പ്ലാൻ നമുക്കായിട്ട് ഇവിടെ നമ്മൾ ആരാധ്യനായ
MD മിസ്റ്റർ സമീർ മോദി നമുക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ. അപ്പൊ അതിന്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് മായരഹിതമായ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കി അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തണം. അതിനോടൊപ്പം അവരെ ഫിനാൻഷ്യലി സൗണ്ട് ആക്കി ഡ്രീംസ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലുള്ള വലിയ എന്റർപ്രൈസ് ആക്കി മാറ്റണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം കഴിഞ്ഞ 29 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു പ്ലാൻ, മോദി വേ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിലുള്ള ജനങ്ങളെ അൺലിമിറ്റഡ് ആയിട്ട് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മഹത്തായ ഒരു ആശയം ഒരുപാട് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള 1931 ആരംഭിച്ച മോദി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ആരാധന ചെയർമാനാണ് സമീർ മോദി. അദ്ദേഹമാണ് ഈ ഒരു അവസരം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് അറിയുന്നതിന് മുൻപായിട്ട് എന്താണ് ട്രഡീഷണൽ സെല്ലിംഗ്, ട്രഡീഷണൽ ബിസിനസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എല്ലാവരും തന്നെ ഉപഭോക്താക്കളാണ്. നമ്മൾക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ എവിടെയാണ് സാധാരണ പോകാറുള്ളത്? നമ്മൾ റീറ്റെയിൽ ഷോപ്പിൽ സമീപിക്കുന്നു. നമ്മളൊരു 100 രൂപ കൊടുത്ത് ഉൽപ്പന്നം വാങ്ങുമ്പോൾ ഒരിക്കൽ പോലും നാം ചിന്തിക്കുന്നില്ല ആ ഉൽപ്പന്നത്തിന് 100 രൂപ വരുന്നുണ്ടോ, നമ്മൾ കൊടുത്ത 100 രൂപയ്ക്കുള്ള മൂല്യം ആ ഉൽപ്പന്നത്തിന് ഉണ്ടോ എന്നുള്ളത്. കണക്കുകൾ പറയുന്നത് ആ ഉൽപ്പന്നം റീറ്റെയിൽ ഷോപ്പിൽ വരുന്നതിന് മുൻപായിട്ട് ഒരു ഹോൾസെയിലർ ഉണ്ട്, ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, ഒരു സ്റ്റോക്കിസ്റ്റ് ഉണ്ട്, CNF ഉണ്ട്. ഇത്രയും ആളുകൾ തങ്ങളുടെ പണം എടുത്തതിന് ശേഷമാണ് അടുത്ത ആൾ കൈമാറുന്നത്. ഇതിനെല്ലാം പുറമെ ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങളെ പറ്റി നമ്മളെ വശീകരിക്കുന്ന രീതിയിൽ പരസ്യം പറയുന്ന സെലിബ്രിറ്റീസ് ഉണ്ടല്ലേ. എന്റെ ഉന്മേഷത്തിന്റെ രഹസ്യം കണ്ണൻ ദേവൻ എന്നൊരു സെലിബ്രിറ്റി പറയുന്നു. എന്റെ മേനഴകിന്റെ രഹസ്യം ഈ സോപ്പാണെന്ന് ഒരു സെലിബ്രിറ്റി പറയുന്നു. ഞാൻ 6ഉം 4ഉം ഒക്കെ അടിക്കുന്നത് ഈ ഒരു ഉൽപ്പന്നം കഴിച്ചിട്ടാണെന്ന് വേറെ സെലിബ്രിറ്റി പറയുന്നത്. ഒരിക്കലും ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങളെ പറ്റിയാണ് ഇവരെല്ലാവരും പറയുന്നത് അല്ലെ. ഒരു താരം തന്നെ പറയുന്നുണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ ഉണ്ടാക്കിയ സമ്പത്തെല്ലാം ഞാൻ ചെയ്ത തൊഴിലിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ പരസ്യം ചെയ്താണെന്ന്. പരസ്യം നിയമാനുസൃതമായ നുണപ്രചരണമാണ് എന്നും പറയുന്നുണ്ട്. എങ്കിൽ പോലും പരസ്യമില്ലാത്ത ഉൽപ്പന്നങ്ങൾ നമ്മൾ ആരും വാങ്ങാറില്ല എന്നുള്ളതാണ്. വാസ്തവത്തില് നമ്മളിൽ നിന്ന് തന്നെയാണ് ഈ പരസ്യത്തിന് പോകുന്ന പണവും എടുക്കുന്നത് എന്നുള്ള സത്യം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിലും കുറച്ച് വർഷങ്ങൾക്കും ഈ ഒരു സത്യം കേട്ടപ്പോൾ ഞാൻ ആകെ അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ചൂഷണം എനിക്ക് സംഭവിക്കുന്നു എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം ഇന്നേ വരെ നമ്മളുടെ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കായിട്ട് ഞാൻ ഒരിക്കലും ഓപ്പൺ മാർക്കറ്റിൽ റീറ്റെയിൽ ഷോപ്പിൽ സമയം പോയിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് 1000 രൂപയ്ക്ക് 650 രൂപ നഷ്ടപ്പെടുന്ന തരത്തില് 10,000 രൂപയ്ക്ക് 6,500 നഷ്ടപ്പെടുന്നു. കുറെ വർഷങ്ങൾ കൊണ്ട് 1,00,000 രൂപ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 65,000 രൂപയും ചോർന്ന് ഇടനിലക്കാർക്കും പരസ്യക്കാർക്കുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തരത്തിലാണെങ്കിൽ എങ്ങനെ നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും? ഇന്നിപ്പോ നമുക്ക് അവസരമുണ്ട്. ഇത്രയും കാലം വരെ അതിനൊരു അവസരം ഉണ്ടായിരുന്നില്ല. ഇടനിലക്കാരെയും പരസ്യക്കാരെയും ഒഴിവാക്കിയിട്ട് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നതിനും ഓഫറുകളിലൂടെ വളരെ വിലക്കുറവിൽ അത് ഉപയോഗിക്കുന്നതിനും അതിനോടൊപ്പം ഈ ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് വഴി, വിതരണം ചെയ്യുന്നത് വഴിയായിട്ട്, അതും ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ഒരു ഓണ്ടർപ്രണർ ആകാൻ, ബിസിനസ് സംരംഭകനാകാനുള്ള ഒരു അവസരം കൂടിയാണ് മോദി വേയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന, അത് പ്രൊമോട്ട് ചെയ്യുന്ന, വിതരണം ചെയ്യുന്ന കസ്റ്റമർക്ക് വിവിധ രീതികളിലുള്ള ആനുകൂല്യങ്ങളും ബോണസുകളും ഇൻസെന്റീവുകളും തരാൻ ഇവിടെ മോദി വേ തയ്യാറാണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ ബെനിഫിറ്റ്സ്. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് റിസ്ക് ഇല്ല, നമുക്ക് ഇതിനുവേണ്ടി പ്രത്യേക സ്ഥലത്തിന്റെ ആവശ്യമില്ല. ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നത് വഴിയായിട്ട് നമ്മൾക്ക് പ്രവർത്തിക്കാൻ പറ്റാതെ വന്നാലും നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു പാസീവ് ഇൻകം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു വരുമാനം വേണമെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തെല്ലാമാണ് ഒരു മോദി വേ സിസ്റ്റത്തിലേക്ക് തികച്ചും സൗജന്യമായിട്ട് വരുന്ന കസ്റ്റമർ ലഭിക്കുന്നത് നമുക്ക് നോക്കാം. റീപർച്ചേസ് പ്രോഗ്രാം എന്നുള്ള പേരിൽ എല്ലാ മാസവും 15-ാം തീയതിക്ക് മുമ്പായിട്ട് വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഒരുമിച്ച് വാങ്ങുന്ന ഒരു കസ്റ്റമർ സംബന്ധിച്ച് ഇവിടെ ഈ കാണുന്ന ഈ മാസത്തെ പ്ലാനിൽ പറയുന്നത് ഒരു 1000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ വാങ്ങുമ്പോൾ വാസ്തവത്തിൽ 1000 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 1200 1250 രൂപ വരുന്ന MRP വരുന്ന ഉൽപ്പന്നങ്ങളായിരിക്കും. ആ ഉൽപ്പന്നങ്ങൾക്കൊപ്പം വെറും 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ മാസം 107 രൂപ വരുന്ന മോദി വേയുടെ എക്സലന്റ് പേസ്റ്റ് ആയിട്ടുള്ള ഫ്രഷ് മൊമെന്റ്സ് നമുക്ക് ലഭിക്കുന്നു. ഇതേമാതിരി യഥാക്രമം 2000-നും 3000-നും 5000-നും നമ്മൾ കൊടുക്കുന്ന പണത്തിനനുസരിച്ചുള്ള MRP വിലയുള്ള ഉൽപ്പന്നങ്ങൾക്കൊപ്പം ഏതാണ്ട് 10% വരുന്ന ഉൽപ്പന്നങ്ങൾ സൗജന്യമായിട്ട് മറ്റൊരു ഷോപ്പിൽ ലഭിക്കാവുന്ന രീതിയിൽ മോദി വേ ഷോപ്പിൽ ലഭിക്കുന്നുള്ളത് ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.
അപ്പൊ അതുകൂടാതെ എത്രയോ വർഷങ്ങളായി, എത്രയോ കാലങ്ങളായിട്ട് ഏതെല്ലാം ഷോപ്പിൽ നിന്ന് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും. സ്ഥിരമായിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു എന്നുള്ള കാരണം കൊണ്ട് അവിടെയൊന്നും ലഭിക്കാത്ത മനോഹരമായ ഒരു ഓഫറാണ് ലോയൽറ്റി പ്ലസ്. നമ്മൾ കമ്പനി പറയുന്ന രീതിയിൽ ഒരു മാസം വീട്ടിലേക്ക് ആവശ്യമായ എന്നും തീർന്നു വന്ന നിത്യോപയോഗ സാധനങ്ങൾ 1800 രൂപയ്ക്ക് മേൽ വാങ്ങുന്ന കസ്റ്റമേഴ്സിന് ഒരു വർഷം 3 മാസത്തെ ഉൽപ്പന്നങ്ങൾ സൗജന്യമായിട്ട് നമുക്ക് നൽകി നമുക്ക് നിരവധി ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ തരുന്ന പ്രോഗ്രാമിന്റെ പേരാണ് ലോയൽറ്റി പ്ലസ്. ഇത്തരത്തിൽ നല്ല രീതിയിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന റീറ്റെയിൽ ചെയ്യുന്ന ഒരു കസ്റ്റമർ ഉദാഹരണമായിട്ട് 10,000 രൂപ ഉൽപ്പന്നങ്ങൾ വെച്ച് ഓരോ മാസം വാങ്ങിക്കുകയാണെങ്കിൽ, തുടച്ചിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു കൊല്ലം 30,000 രൂപ വരെ സൗജന്യ ഉൽപ്പന്നം ലഭിക്കുന്ന അവസരം ലോയൽറ്റി പ്ലസിലൂടെ നമുക്ക് ലഭിക്കും എന്നുള്ളത് ഈ ഒരു ബിസിനസിന്റെ, ഈ ഒരു അവസരത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്. അപ്പൊ അതുകൂടാതെ ഇത്തരത്തിൽ സൗജന്യമായിട്ട് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ വേണമെങ്കിൽ റിവാർഡ്സ് ക്ലബ്ബ് എന്നാണ് പ്രോഗ്രാമിലൂടെ മറ്റു മിക്സിയിലേക്കോ അതേപോലെ ബെഡ്ഷീറ്റ്സിലേക്കോ ബ്ലൂടൂത്ത് സ്പീക്കറിലേക്കോ അങ്ങനെ മറ്റു ഉൽപ്പന്നങ്ങളിലേക്ക് വേണമെങ്കിൽ മാറാവുന്ന രീതിയിൽ പോലും ഒരു പ്രോഗ്രാം കമ്പനി നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഭാവിയിലേക്കുള്ള സ്റ്റെപ്പുകൾ കരുത്തുറ്റതാക്കുന്ന ഒരു ബെസ്റ്റ് പ്ലാനാണ് കമ്പനി നമുക്കിവിടെ തന്നിരിക്കുന്നത്. 12 തരത്തിലുള്ള ഇൻകം നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നും 72% പേ ഔട്ടാണ് ഈ ഒരു അവസരത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ഒന്നാമത്തെ വരുമാനം എന്ന് പറയുന്നത് സേവിങ്സ് ഓൺ കൺസംഷൻ. ഉൽപ്പന്നങ്ങൾ വില കുറവിൽ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ലാഭം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 107 രൂപ MRP വരുന്ന നമ്മുടെ എല്ലാ രീതിയിലുള്ള പല്ല് സംബന്ധമായ മോണസംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം സൊല്യൂഷൻ ആവുന്ന ഫ്രഷ് മൂവ്മെന്റ്സ് എന്ന് പറയുന്ന 107 രൂപ MRP വരുന്ന ടൂത്ത് പേസ്റ്റ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് വെറും 80 രൂപയ്ക്കാണ്. അങ്ങനെ 107 രൂപ MRP വരുന്ന ഉൽപ്പന്നം 80 രൂപയ്ക്ക് നമുക്ക് ഉപയോഗിക്കാം. ആ ഉൽപ്പന്നം 107 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ 27 രൂപ നമുക്ക് അതിന് റീറ്റെയിൽ മാർജിൻ ലഭിക്കുന്നു. അതുകൂടാതെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു വർഷത്തിൽ 3 മാസത്തെ ഉൽപ്പന്നം സൗജന്യമായിട്ട് ലഭിക്കുന്ന ലോയൽറ്റി പ്രോഗ്രാം. ഇത് കൂടാതെ അടുത്തതായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് പ്രോഗ്രഷൻ ബോണസ്. നമ്മൾ ഈ ഒരു ഉൽപ്പന്നം, ഈ ഒരു ആശയം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിലൂടെ എല്ലാ അഡ്വൈസേഴ്സിനും 6% വരെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രഷൻ ബോണസ് കിട്ടുന്നു. ഇവിടെ പറയുന്നത് നോ നെറ്റ്വർക്ക് മീൻസ് നോ സക്സസ്. എവിടെ നോക്കിയാലും ഒരു നെറ്റ്വർക്ക് ആണ് അല്ലെ. ഇപ്പൊ നമ്മളായിരിക്കുന്ന ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടാണ്. കേബിൾ നെറ്റ്വർക്ക്, മൊബൈൽ നെറ്റ്വർക്ക് അല്ലെ. എവിടെയും ഒരു കൂട്ടായ്മയാണ്, ആളുകൾ ഒന്നു ചേരുന്ന സ്ഥലങ്ങളിലാണ് സക്സസ് അല്ലെ. നമ്മൾ കേട്ടിട്ടുണ്ട് വലിയ വലിയ സൗധങ്ങളെല്ലാം കൽപ്പണിക്കാരന്റെ ക്ഷമയാണെന്ന് പറയുന്ന പോലെ തന്നെ അല്ലെ. നമ്മളെല്ലാവരും ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ് വർത്ത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം ശക്തമായ ബന്ധങ്ങളുണ്ടോ ആ ബന്ധങ്ങളാണ് നിങ്ങളുടെ സമ്പാദ്യം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഇന്ന് നമ്മളുടെ രാജ്യത്ത് കോടീശ്വരന്മാരായ ആളുകളെല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ അവർക്കെല്ലാം ശക്തമായ നെറ്റ്വർക്ക് ഉണ്ട്. അവരുടെ സ്വപ്നങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുന്ന വലിയൊരു ടീമിനെ അവർ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഏതൊരു സാധാരണക്കാരും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ആശയത്തിലൂടെ നമുക്കും നമ്മുടെ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന വഴിയായിട്ട് നമ്മുടെ വലിയ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു അവസരമാണ് മോദി വേയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇത്തരത്തിൽ മറ്റുള്ള ആളുകളെ നമ്മൾ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് നിരവധിയായ വരുമാനങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇത്തരത്തിൽ പ്രോഗ്രഷൻ ബോണസ് എന്നുള്ള രീതിയിൽ 2% മുതൽ 6% വരെ എല്ലാ മാസവും ലഭിക്കുന്ന രീതിയിൽ ഈ ഒരു ബോണസ് നമുക്ക് മോദി വേയിൽ നേടിയെടുക്കാവുന്നതാണ്. അതുകൂടാതെ ഈ ബിസിനസ്സിന് ഏറ്റവും പവർഫുൾ ഫോർമുല എന്ന് പറയുന്നത് പവർ ഓഫ് 4 ആണ്. നമുക്കറിയാം, നമ്മൾ വീടിന് ശക്തമായ 4 പില്ലറുകൾ സൃഷ്ടിക്കുന്ന പോലെ തന്നെ നമ്മൾ ശക്തമായ സ്വപ്നങ്ങൾക്കായിട്ട് 4 ടീമിനെ ക്രിയേറ്റ് ചെയ്യാനാണ് ഇവിടെ കമ്പനി നമ്മളോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ശക്തമായ രീതിയിൽ 4 ടീം ക്രിയേറ്റ് ചെയ്ത് അവിടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന്റെ ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്ന വഴിയായിട്ട് നമ്മൾക്കായിട്ട് 5% പൂളിൽ നിന്നും ഈ പറയുന്ന ബോണസ്, അതായത് പവർ ഓഫ് ഫോർമർ ബോണസ് തരാൻ കമ്പനി തയ്യാറാണ്. അപ്പൊ അതുകൂടാതെ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരികയും ഉൽപ്പന്നം ഉപയോഗിക്കാവുന്ന നമ്മൾ നേരിട്ടോ അല്ലാതെയുമായിട്ടോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്ക് ടീമിന് ഏതാണ്ട് 1200 പോയിന്റ്സ് വരികയും ഒരു 50 പോയിന്റിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ചെയ്യുമ്പോൾ നമ്മൾ പ്രവേശിക്കുന്ന ഒരു സ്റ്റേജാണ്, പ്രസ്റ്റീജിയസ് സ്റ്റേജാണ് ഡയറക്ടർ. ഈ ഡയറക്ടർ എന്നുള്ള ലെവലിൽ എത്തുന്ന ഒരു വ്യക്തിക്ക് കമ്പനി തരുന്ന ബോണസുകൾ നമുക്ക് 3% വെഹിക്കിൾ ബോണസ് എന്നുള്ള ഇതിൽ 2500 രൂപ വരെ നമുക്ക് നേടുന്നതിനുള്ള അവസരമുണ്ട്. അതുകൂടാതെ നാഷണൽ ട്രാവൽ ബോണസ് എന്നുള്ള രീതിയിൽ 4% പോളിൽ നിന്നും 5000 രൂപ വരെ നേടുന്നതിനുള്ള അവസരമുണ്ട്. അങ്ങനെ
ഒരു ഡയറക്ടർ ക്വാളിഫിക്കേഷനിൽ എത്തുന്ന ഒരു അഡ്വൈസർക്ക് 17% ഡയറക്ടർ ബോണസും 3% വെഹിക്കിൾ ബോണസും 4% നാഷണൽ ട്രാവൽ ബോണസും കൂടാതെ നേരത്തെ നമ്മൾ മനസ്സിലാക്കി ട്രാവൽ ബോണസും മറ്റു നിരവധിയ ആനുകൂല്യങ്ങൾ, ലോയൽറ്റി പ്ലസും റീപർച്ചേസ് പ്രോഗ്രാമും ഇതെല്ലാം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഒരു ലീഡ് ബൈ എക്സാമ്പിൾ എന്ന് പറയുന്ന പോലെ നമ്മളൊരു നേതാവായി മാറുമ്പോൾ നമ്മൾ കൂടെ വരുന്ന ആളുകളെ നമ്മൾ നിൽക്കുന്ന അതേ സ്റ്റേജിലേക്ക് എത്തിച്ച് അവരുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്ടർ ആവുന്നു. അപ്പൊ അതുകൂടാതെ നമ്മൾ കൂടെ വരുന്ന ഇത്തരത്തിലുള്ള ഡയറക്ടേഴ്സിന് കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്ന വഴിയായിട്ടാണ് വലിയ വലിയ ടൈറ്റിൽസും വലിയ വലിയ നേട്ടങ്ങളും നമുക്കായിട്ട് കാത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് മോദി വേ ബിസിനസ്സിന് ഏറ്റവും ശക്തമായിട്ടൊരു ബോണസ് എന്ന് പറയുന്നത് മെന്റർഷിപ്പ് ബോണസ് ആണ്. നിരവധിയായ വ്യക്തികളെ ലീഡ് ചെയ്യുന്ന, അവർ ഗൈഡ് ചെയ്യുന്ന ലീഡറായിട്ട് മാറുമ്പോൾ സീനിയർ ഡയറക്ടർ എന്ന ലെവലിൽ മുതൽ മേൽപോട്ടുള്ള എല്ലാ ആളുകൾക്കും ലഭിക്കുന്ന കനത്തമായ ഒരു ഇൻകമാണ് നമ്മളെ പോലെ ലീഡർഷിപ്പിലേക്ക് എത്തുന്ന ആളുകൾക്ക് ലഭിക്കുന്ന മെന്റർഷിപ്പ് ബോണസ്. അതുകൂടാതെ കമ്പനിയുടെ പ്രസ്റ്റീജിയസ് പൊസിഷൻ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാങ്കിൽ മേൽപോട്ട് നിൽക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന മറ്റൊരു ബോണസ് ആണ്, മറ്റൊരു ഫണ്ടാണ് വേൾഡ് ടൂർ ഫണ്ട്. നമുക്ക് വളരെയധികം അഭിമാനിക്കാം. ഇന്ത്യയില് ഏറ്റവും കൂടുതൽ വ്യക്തികളെ വിദേശയാത്ര കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കമ്പനി മോദിവെയാണ്. ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജോളി സേവിയർ എന്ന് പറയുന്ന ഞാനും എന്റെ ടീമിനോടൊപ്പം ഫാമിലിയോടൊപ്പം നിരവധിയായ വിദേശ രാജ്യങ്ങൾ ഓൾറെഡി എൻജോയ് ചെയ്ത് കഴിഞ്ഞു. ഈ തവണയും പട്ടയ എന്ന് പറയുന്ന തായ്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് നമ്മളെ ഇന്ത്യയിൽ നിന്ന് ധാരാളം ആളുകൾ ക്വാളിഫൈ ആയിട്ടുണ്ട്. അത്തരത്തിൽ ക്വാളിഫൈ ആയ പല ആൾക്കാർ ഇപ്പോഴും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന് 30,000 രൂപ വരെ നമുക്ക് ഈ ഇനത്തിൽ നേടുന്നതിനുള്ള അവസരം കമ്പനി നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലെ ഏറ്റവും കൂടുതൽ ആളുകളെ കാർ അച്ചീവ്മെന്റിലേക്ക് എത്തിച്ചേരുന്ന കമ്പനി മോദിവെയാണ്. നമുക്ക് 40,000 രൂപ വരെ ഇത്തരത്തിൽ ലക്ഷറി കാർ ഫണ്ട് വാങ്ങുന്നതിന് വേണ്ടി നമുക്ക് ലഭ്യമാണ്. അത്തരത്തില് കാർ ഫണ്ട് വഴി കാർ വാങ്ങിച്ച വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ പ്ലാറ്റിനം ലെവൽ മുതൽ മേൽപോട്ടുള്ള എല്ലാ ലീഡേഴ്സിനും കമ്പനി 50,000 രൂപ വരെ ഡ്രീം ഹൗസ് ബോണസ് എന്നുള്ള രീതിയിൽ 4% മുകളിലൂടെ നമുക്ക് അനുവദിക്കുന്നുണ്ട്. അതുകൂടാതെ നെക്സ്റ്റ് പ്രസ്റ്റീജിയസ് പൊസിഷൻ റെഡ് ഡയമണ്ട് ലെവലാണ്. പ്രതിമാസം 3 ലക്ഷം രൂപ വരെ വരുമാനം വാങ്ങിക്കാവുന്ന ഒരു പൊസിഷനാണ് റെഡ് ഡയമണ്ട് ബോണസ്. അതുകൂടാതെ അടുത്തത് ബ്ലൂ ഡയമണ്ട് ക്ലബ് ബോണസ് ആണ്. 3% പൂളില് 10 ലക്ഷം വരെ വരുമാനം വാങ്ങിക്കാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. വാസ്തവത്തില് വർഷങ്ങൾക്കും ഇത്തരത്തിലുള്ള വലിയ വലിയ വരുമാനങ്ങൾ കേട്ടപ്പോൾ ഞാൻ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന വ്യക്തിയെ പോലെ തന്നെ ഞാനും ചിന്തിച്ചത് ഇതെല്ലാം ഈ ഒരു ബിസിനസ്സിലൂടെ ലഭ്യമാകുമോ എന്ന് ചിന്തിച്ച ഒരാളാണ്. പക്ഷേ ഇതിലെ ആദ്യത്തെ കൊച്ചു കൊച്ചു വരുമാനങ്ങൾ നേടുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നതെങ്കിലും പിന്നീട് നടന്ന ട്രെയിനിങ്ങിലൂടെ എനിക്ക് മനസ്സിലായി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഈ ലോകത്ത് തന്നെ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ബിസിനസ്സാണ്. 100-ലധികം രാജ്യങ്ങളിൽ 100-ലധികം വർഷങ്ങളായിട്ട് വളരെ വിജയകരമായിട്ട് നടന്നു വരുന്ന സമ്പ്രദായമാണ്. ഇന്ന് കേരളത്തിൽ പോലും ഇത്തരത്തിൽ വലിയൊരു വരുമാനം വാങ്ങിക്കുന്ന ആളുകളുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോഴാണ് ഈ ഒരു ബിസിനസിന്റെ പവർ നമുക്ക് മനസ്സിലാകുന്നത്. കൂടുതൽ ശക്തമായ സ്വപ്നത്തോടുകൂടി നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള മഹത്തായ ഒരു അവസരമാണ് നമ്മളിവിടെ കേട്ടത്. തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഒരുപക്ഷെ ഇത്രയും കാലം വരെ സ്വപ്നങ്ങളില്ലാതിരുന്ന ഒരു മേഖലയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമുക്കൊന്നും കൂടി പൊടി തട്ടിയെടുക്കാം. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ, ഈ ഒരു അവസരത്തിലൂടെ ഇന്ന് ജീവിത വിജയം നേടിയ വലിയ വ്യക്തികളുടെ നിരയിലേക്ക് നമുക്കും എത്തുന്നതിനുള്ള അവസരമുണ്ട്. അതിനുവേണ്ടി നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിനും ലീഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമ്മളുടെ ലീഡേഴ്സും കമ്പനി എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണും ഇന്റർനെറ്റ് കണക്ഷനും നമ്മുടെ കുറെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ ഡ്രീംസിലേക്ക് എത്താൻ പറ്റിയ ഈ ഒരു അവസരത്തിലേക്ക്, ഈ ഒരു ഫാമിലിയിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർന്നു. താങ്ക് യു. ജോണി സേവർ, ബ്ലൂ ഡയമണ്ട് ഡയറക്ടർ സൈനിങ് ഔട്ട്. താങ്ക് യു. ബൈ. താങ്ക് യു ജോളി സാർ. വളരെ നന്നായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈ സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ നന്നായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തന്നു. ഇനി നമ്മൾ മടിച്ചിരിക്കരുത്, ഉണർന്നെണീക്കണം. എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. ഇത്രയും ആനുകൂല്യങ്ങളുള്ള ഒരു പ്ലാൻ ഇതുവരെയും ഞാനിവിടെ വന്നതിന് ശേഷം വന്നിട്ടില്ല. എല്ലാവരും അതിനുവേണ്ടി വിജയം നേടുവാൻ വേണ്ടി പരിശ്രമിക്കുക.